ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 14 ഒക്ടോബർ 2020 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പറിന് അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് വരെ ഞാൻ എൻ്റെ പഴയ ചാനലായ ലേൺ വിത്ത് അഭിജിത്ത് എന്നൊരു ചാനലിൽ ഞാൻ എൻ്റെ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ഡെയിലി ചെയ്യുമായിരുന്നു. ഓക്കെ, ഇപ്പോഴേ അത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ അത് നിർത്തിയതല്ല, അതെനിക്ക് കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം ചാനൽ ഡിലീറ്റ് ആയി പോയായിരുന്നു. ഞാൻ ചെയ്ത ആദ്യത്തെ കുറച്ച് വീഡിയോസ്, അവസാനം ചെയ്ത ന്യൂസ് പേപ്പർ അനാലിസിസിനൊന്നും കുഴപ്പമില്ലായിരുന്നു. ആദ്യം ചെയ്ത കുറച്ച് വീഡിയോസിന് കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇനിയുള്ള ഈ ചാനലിൽ കറക്റ്റായിട്ട് അനാലിസിസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു മാസം ഞാൻ അതാണ് പിന്നെ അപ്ലോഡ് ചെയ്യാത്തിരുന്നത്, എന്താണ് പ്രശ്നമെന്ന് നോക്കാൻ വേണ്ടി. പക്ഷേ ന്യൂസ് പേപ്പർ അനാലിസിസിന് ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പമില്ല, നമുക്ക് വീഡിയോസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇനി എല്ലാ ദിവസവും കറക്റ്റായിട്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ ഒരു 9-10 മണിക്കകത്ത് തന്നെ അനാലിസിസ് കിട്ടത്തക്ക രീതിയിൽ ചെയ്യുന്നതായിരിക്കും. നോട്ട്സും നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ടെലഗ്രാം ചാനലായ ലേൺ വിത്ത് അഭിജിത്തിൽ അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ പോവുക. അഭിജിത് പ്രകാശ് എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അഭിജിത് പ്രകാശൻ സെർച്ച് ചെയ്തിട്ട് ടെലഗ്രാമിൽ നിന്ന് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ പിന്നെ ടെലഗ്രാമിൻ്റെ ലിങ്ക് വിട്ടിരിക്കുക. അഥവാ സെർച്ച് ചെയ്ത് കിട്ടാത്തവർക്ക് ആ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് നമുക്ക് പോകും. ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമി 10.3% ഈ ഒരു ഫിസിക്കൽ ഇയർലി കോൺട്രാക്ട് ഇയർലി കുറയും എന്നുള്ളൊരു ന്യൂസാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഉള്ളത്, എങ്ങനെയാണ് കുറയുമെന്ന് IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പോൾ ഒരു ന്യൂസും വരുന്നില്ല. ഞാൻ പറയും, ഞാൻ നേരത്തെ അനാലിസിസ് ചെയ്യുന്നത് വരെ റീജിയണൽ ന്യൂസസിലൊന്നും ചിലപ്പോൾ ന്യൂസ് പിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറയും, ഇനി റീജിയണൽ ന്യൂസസിൽ വരുന്ന ഒരു ന്യൂസ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ചെന്നൈ എഡിഷൻ, ഡൽഹി എഡിഷൻ, അങ്ങനെ ഓരോ എഡിഷൻസും മാറി മാറി വരും. അപ്പോൾ ഈ ഓരോ എഡിഷൻസിലൊന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. എല്ലാവർക്കും വരുന്ന ന്യൂസ് പേപ്പർ സെക്ഷൻസിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് നേരെ സ്കിപ്പ് ചെയ്യാം. റീജിയണൽ സെക്ഷൻസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, നേരെ സ്കിപ്പ് ചെയ്യാം. ഇതിലെന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ പറയുന്നതാണ് അബ്രഹാം അക്കോർഡിനെ കുറിച്ചും അറബ് വേൾഡിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. മെയിൻലി ഇതിൽ കുറച്ച് പറയുന്നത് UAE നടത്തിയ ഡീല്. ഓക്കെ, UAE നടത്തിയ ഡീലിനെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. US മീഡിയേറ്റ് ചെയ്ത് നടത്തിയ ഡീല്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ബ്രീഫായിട്ട് എന്താണ് ആ ഡീൽ എന്നുള്ളത്, UAE പാലസ്തീനെ കുറിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് UAE നടത്തിയ ഡീൽ എന്തോന്നാണെന്നും അതിനെക്കുറിച്ച് എന്താണെന്നൊക്കെ ബ്രീഫിലി പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഞാൻ ചെറുതായിട്ട് നോക്കാം. ഈ ആർട്ടിക്കിൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്തിൽ പോകുന്നുണ്ട്. അത്രയും ഡെപ്തിൽ വേണ്ട, കാരണം ഇൻ്റർനാഷണൽ ഇഷ്യൂ ആണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ വലുതായിട്ട് കൺസേൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ഇഷ്യൂസിൽ ഇന്ത്യ കൺസേൺ ചെയ്യാത്ത നമുക്ക് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോഴത് നമുക്ക് വേണ്ട. അടുത്തെന്ന് പറയുന്നത് സ്ലിം സ്റ്റിമുലസ് എന്ന് പറഞ്ഞിട്ട്, അതെന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്ട്രിയിൽ ഇപ്പോഴത്തെ സ്റ്റിമുലസിനെ കുറിച്ച് ഇപ്പോൾ ഒരു സ്റ്റിമുലസ് ഇറക്കിയിട്ടുണ്ട്. ഇന്നലത്തെ ന്യൂസിൽ കുറച്ചുകൂടെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിമുലസ് എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ അർമേനിയ അസർബൈജാൻ ക്രൈസിസിനെ കുറിച്ചാണ്. എന്താണ് അർമേനിയയിലും അസർബൈജാൻ്റെ പ്രശ്നം, അവിടുത്തെ എത്നിക് ക്രൈസിസ് എന്തോന്നാണ് അവിടുത്തെ പ്രശ്നങ്ങളെന്നും, പിന്നെ നമുക്ക് എന്താണ് നാറ്റോ CSTO, എന്താണ് നാറ്റോ CSTO എന്ന രണ്ട് ഓർഗനൈസേഷനും അവർക്ക് ഇതിൽ ഈ ക്രൈസിസിലുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കറക്റ്റായിട്ട്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ താഴെന്ന് പറഞ്ഞാൽ RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നിട്ട് 15 വർഷം ആയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നെ ഇവിടെ കോഡിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക, നിങ്ങൾ നോട്ട് എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. കോഡെന്ന് പറയുന്നത് മാരിടൈം സെക്യൂരിറ്റി, അതായത് ഓഷൻ റീജിയൻസിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. 4 രാജ്യങ്ങൾ, അതായത് US, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ, ഈ 4 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സെക്യൂരിറ്റി റീജിയനാണ് പസഫിക് ഇൻഡോ റീജിയനിലുള്ള ഒരു സെക്യൂരിറ്റി റീജിയനാണ്. ഓക്കെ, ഈ 4 രാജ്യങ്ങൾ തമ്മിലാണ് അത് ഓർഗനൈസേഷൻ നടത്തുന്നത്. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, US, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ. ഓക്കെ, ഈ 4 റീജിയനുകൾ തമ്മിലുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ടുള്ള എഗ്രിമെൻ്റാണ് കോഡെന്ന് പറയുന്നത്. ഓഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കുക, വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. കോഡ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഓഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടി, അതും ഇന്ത്യൻ ഓഷൻ റീജിയനിൽ. ഓക്കെ, അടുത്ത താഴോട്ട് പോകുമ്പോൾ വലിയ ന്യൂസൊന്നും വരുന്നില്ല.
ഇവിടെ ഒരു ന്യൂസ് വരുന്നുണ്ട്, പാകിസ്ഥാൻ ലൈക്ലി ടു റിമെയിൻ ഇൻ FATF ഗ്രേ ലിസ്റ്റ് എന്ന്. ഇതും അതേ തന്നെ വായിച്ചിരിക്കുക, എഴുതേണ്ട കാര്യമില്ല. FATF എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നാണ് പേര്. ഓക്കെ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് സാധാരണ രാജ്യങ്ങൾക്ക് വേണ്ടി പൈസ കുറച്ച് ഫണ്ടിങ്ങിന് ചെയ്യാനും പിന്നെ അതുപോലെ ടെററിസത്തിനെ കോമ്പാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓർഗനൈസേഷനാണ് FATF എന്ന് പറയുന്നത്. പാകിസ്ഥാൻ പോലെ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ടെററിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ്. ഓക്കെ, അപ്പോൾ അവർ ഇഷ്ടം പോലെ ഫണ്ടിങ്സ് പാസ്റ്റിലും ഇപ്പോഴും നടത്തുന്നുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് അവരെ ഗ്രേ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഗ്രേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട്, മറ്റ് കൺട്രീസിൽ നിന്ന് കിട്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറയും FATF ഇവരെ ഗ്രേ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ആ ലിസ്റ്റ് അനുസരിച്ചാണ് അവർക്ക് പൈസ കിട്ടുന്നത്. ഇപ്പം ഗ്രേ ലിസ്റ്റ് ഒന്നും ചെയ്യപ്പെടാത്ത രാജ്യമാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പൈസ കിട്ടും. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൈസ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും ഇഷ്ടംപോലെ പൈസ അവർക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഗ്രേ ലിസ്റ്റ് FATF ഗ്രേ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് കഴിഞ്ഞ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അതാണ് എക്സ്ട്രീം എന്ന് പറയുന്നത്, ബ്ലാക്ക് ലിസ്റ്റ്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൈസയെ കിട്ടത്തില്ല. ആരും പിന്നെ ഒരു കൺട്രീസും ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിട്ടാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ വരുന്നത്. ഇപ്പോൾ അവർ ഗ്രേ ലിസ്റ്റിൽ തന്നെ നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക. കാരണം ടെററിസം ഇഷ്ടം പോലെ കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് ജമ്മു ആൻഡ് കാശ്മീർ പോലത്തെ റീജിയൻസിലൊക്കെ അവർ ഇഷ്ടംപോലെ ടെററിസം കൊണ്ടുവരുന്നത് കൊണ്ട് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലാണെന്ന് മനസ്സിലാക്കുക, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ലിസ്റ്റിൽ. ഓക്കെ, അത്രയാണ് ഈ ന്യൂസ്. ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. പിന്നെ താഴോട്ട് പോകുമ്പോൾ പിന്നെ ന്യൂസ് പേജാണ്. ന്യൂസ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വലുതായിട്ടൊന്നും വരുന്നില്ല. നമുക്ക് താഴോട്ട് പോകാം. അടുത്തിവിടെ US എയിമിംഗ് ടു ബിൽഡ് ഇൻഡോ സ്പെസിഫിക് നാറ്റോ എന്താണെന്ന് ഞാൻ അതിൽ പറയും. അത് പറഞ്ഞിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ജസ്റ്റ് ഇതൊന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി ഈ ന്യൂസ് ആർട്ടിക്കിൾ. അടുത്ത് താഴോട്ട് പോകുമ്പോൾ ബിസിനസ് പേജിലും ഒന്നും വരുന്നില്ല. ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ അനാലിസിസ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ അനാലിസിസ് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമി 10.3% ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ കോൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ കുറയും എന്ന് IMF അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പറഞ്ഞ ന്യൂസാണ്. നമുക്ക് നോട്ട്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ GS3 ജനറൽ സ്റ്റഡീസ് 3 എക്കണോമി സെക്ഷനിലാണ് ഈ ന്യൂസ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അത് 189 മെമ്പേഴ്സുള്ള ഒരു ഓർഗനൈസേഷനാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് 2-3 രാജ്യങ്ങൾ ഇഷ്ടംപോലെ ഫൈനാൻഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി പിന്നെ പോവർട്ടി കുറച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു എക്കണോമിക് ഗ്യാപ്പ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻസ് നിലകൊള്ളുന്നത്. ഓക്കെ, അതിൽ പക്ഷേ ഒരു പ്രശ്നമുള്ള 189 മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഗ്രേറ്റർ നേഷൻസ് അഥവാ എക്കണോമീസ് അല്ലെങ്കിൽ പൈസ കൂടുതലുള്ള എക്കണോമീസിന് കുറച്ചുകൂടെ കൂടുതൽ അതിൽ സേ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഇതിൽ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ US പോലത്തെ രാജ്യമാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പവർ കൂടുതലായിരിക്കും IMF. കാരണം അവർ ഒരു ഗ്രേറ്റ് എക്കണോമിയാണ്. അവർ IMF അവരുടെ രാജ്യത്തിൻ്റെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ രീതിയിലാണ് നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ IMF ഇറക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് അവർ ഇറക്കുന്നത്. ഏപ്രിലും ഒക്ടോബറിലുമാണ് ഇത് ഇറക്കുന്നത്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്ന് പറയും. ഓക്കെ, വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിലാണ് ഇപ്പോഴും ഇവർ പറയുന്നത്. ഇവർ മെയിൻലി പറയുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ എക്കണോമിക് ട്രെൻഡുകൾ, എങ്ങനെയാണ് എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എക്കണോമി കുറയുന്നത് എന്നുള്ള അനലൈസ് ചെയ്ത് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുള്ളതാണ്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ എക്കണോമി 4.4% കുറയും എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുമുള്ള എക്കണോമി 4.4% ഡിക്രീസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്ത്യയുടെ എക്കണോമി ഞാൻ പറഞ്ഞു 10.3% അവർ പ്രഡിക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ, അതിന് തന്നെ ഗ്ലോബൽ എക്കണോമി വേൾഡ് എക്കണോമി 4.4% ഈ 2020 സമയത്ത് കുറയും. പിന്നെ 2020 സമയത്ത് തന്നെ പതുക്കെ അവർ പിക്കപ്പ് ചെയ്ത് വരും, ഗ്രോത്ത് ചെയ്ത് വരും. തിരിച്ച് നേരത്തെ നമ്മുടെ തകർന്ന എക്കണോമി പിന്നെയും ഗ്രോ ചെയ്ത് വരും. അതെന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിലും തേർഡ് ക്വാർട്ടറിലും ആയിരിക്കും. ആ സെക്കൻഡ് ക്വാർട്ടർ തേർഡ് ക്വാർട്ടർ എന്താണെന്ന് ഡൗട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ 4 ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യാം. 3 മാസമുള്ള 4 ക്വാർട്ടർ, അങ്ങനെയാണ് ഒരു വർഷം. ഓക്കെ, അങ്ങനെയുള്ള 4 ക്വാർട്ടറായിട്ട് 3 മാസമുള്ള 4 ക്വാർട്ടറായിട്ടാണ് സാധാരണ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ ആ ഒരു സമയം കഴിഞ്ഞിട്ട് പറഞ്ഞ 3 മാസം, ആ 3 മാസം കുറച്ച് സ്ലോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള തേർഡ് ക്വാർട്ടർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കാരണം ലോക്ക്ഡൗൺ ഒക്കെ കുറയാണ്, അപ്പോൾ കുറച്ചുകൂടി എക്കണോമിക് ആക്ടിവിറ്റി നടക്കും. അങ്ങനെ തേർഡ് ക്വാർട്ടർ കുറച്ചുകൂടെ സ്ട്രോങ് ആയി വരുമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ,
അടുത്ത് 2021 ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ പിന്നെയും ഒരു 10.3% ഒരു ഡിക്രീസ് കഴിഞ്ഞിട്ട് 8.8% വരെ ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അവരുടെ പ്രഡിക്ഷൻ 2021 ഫൈനാൻഷ്യൽ ഇയറിൽ. വേൾഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ 5.2% വരെ ഗ്രോ ചെയ്യാൻ 4.4 ഡിക്രീസ് ചെയ്തതിന് ശേഷം ഒരു 5.2% ഒരു ഗ്രോത്തും അവർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും 90 മില്യൺ ആൾക്കാരാണ് ഈ ഒരു സമയത്ത് ബിലോ പോവർട്ടി ലൈൻ. അതായത് പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡെഫിനിഷൻ IMFൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് $1.9 അതിന് താഴെ ഡെയിലി വരുമാനമുള്ള ആൾക്കാരെ നമുക്ക് പോറെന്ന് പറയാൻ പറ്റും. അതിന് താഴെ മാത്രം ഉള്ള ആൾക്കാരെ ഡെയിലി പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ പോറെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള 90 മില്യൺ ആൾക്കാർ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ 2021 കാര്യങ്ങൾ പറയുന്നതും ഈ ഒരു കണക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ 2021 വാക്സിൻ റിലീസാവും എന്നുള്ള ഒരു സാധ്യത വച്ചുകൊണ്ടാണ് പറയുന്നത്. അഥവാ വാക്സിൻ റിലീസായില്ലെങ്കിൽ ഇത് പിന്നെയും ഇത്രയും ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കേണ്ട, ഇനിയും കോൺട്രാക്ഷൻ കൂടാമെന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് IMFൻ്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ പറഞ്ഞ അതായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ്, ഇന്നത്തെ മെയിൻ പേജിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് പോകാം. എഡിറ്റോറിയൽ സെക്ഷനിലുള്ള ന്യൂസാണ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മിനി സ്റ്റിമുലസ്, അതായത് ഫിനാൻസ് മിനിസ്ട്രി ഒരു പാക്കേജ് പറഞ്ഞായിരുന്നു. ഓക്കെ, ആ പാക്കേജിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ആ പാക്കേജിൽ പറഞ്ഞതെന്ന് ഉള്ളത്. ഓക്കെ, ആത്മനിർഭർ ഭാരതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞൊരു പാക്കേജാണ് ഫിനാൻസ് മിനിസ്റ്ററി ഈ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ GS3 എക്കണോമിയിൽ തന്നെ ഇതും നമുക്ക് ഉൾപ്പെടുത്താം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ച് കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി, അതായത് ഇന്ത്യയിലുള്ള ഫിനാൻസ് അല്ലെങ്കിൽ പണമിടപാടുകളെല്ലാം മാനേജ് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി, ഇപ്പം പൈസയുടെ അളവ് കൂടി, അതായത് പണപ്പെരുപ്പം വന്നാൽ അതിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ പണം കമ്മി വന്നാൽ അതിനെ മാനേജ് ചെയ്യുക, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ചെയ്യുന്നത്. ആ ഓർഗനൈസേഷൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ 9.57% കോൺട്രാക്റ്റ് ചെയ്യുമെന്നാണ് ഇന്ത്യയിലെ എക്കണോമി. ഓക്കെ, ഞാൻ പറഞ്ഞു ഇന്നത്തെ ഈ IMFൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 10.3 ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 9.57% കോൺട്രാക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്കണോമിയിൽ കൂടുതൽ പൈസ വേണം. ഓക്കെ, കൂടുതൽ പൈസ വേണമെന്നുള്ളൊരു കാര്യം. അതേപോലെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം വളരെ കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ റെപ്പോ റേറ്റ്, അതായത് നമ്മൾ RBI, അതായത് സെൻട്രൽ ബാങ്കായ RBI മറ്റ് സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കടം കൊടുക്കും പൈസ, അപ്പോഴുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പലിശയാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, RBI മറ്റ് ബാങ്കുകൾക്ക് കൊടുക്കുമ്പോൾ പലിശ നിരക്കാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുന്ന സമയത്താണെങ്കിൽ സാധാരണ റെപ്പോ റേറ്റ് കുറച്ചിട്ട് അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കുറച്ച് പൈസ കൊടുക്കും. അപ്പോൾ നമ്മൾ മറ്റേ ബാങ്കിൽ നിന്ന് നമ്മൾ പൈസ കടം എടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് റെപ്പോ റേറ്റ് കൂട്ടാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് കൂടി തന്നെ ആയിരിക്കും കൊമേഴ്ഷ്യൽ ബാങ്ക്സിലോട്ട് RBI കൊടുക്കുന്ന പൈസ. ഓക്കെ, അതുകൊണ്ട് റെപ്പോ റേറ്റും മാറ്റമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഫിനാൻസ് മിനിസ്ട്രി ഒരു മിനി സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടുവരുന്നത്. 73,000 കോടിയുടെ പാക്കേജാണ്. ഓക്കെ, ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത് ബേസിക്കലി ഫെസ്റ്റീവ് സീസൺ കൂടെ വരുന്ന സമയത്താണ് വന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മണി സ്പെൻഡിങ് നടക്കും. ഫെസ്റ്റീവ് സീസൺ വരുമ്പോൾ നമുക്കറിയാം ആൾക്കാർ കുറച്ചുകൂടെ പൈസ സ്പെൻഡ് ചെയ്യും. പൈസ സ്പെൻഡ് ചെയ്താൽ മാത്രമേ എക്കണോമിയിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ പറ്റുള്ളൂ. അത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു പാക്കേജ് വരുന്നത്. ഈ ഒരു പാക്കേജാണ് എങ്ങനെയാണ് ഈ 73,000 കോടി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ഫസ്റ്റ് LTC എന്ന് കുറേ പൈസ കിട്ടും എന്നുള്ളൊരു കണക്കിലാണ്. LTC എന്ന് പറഞ്ഞാൽ ലോങ് ടേം കൺസെഷൻ. ലീവ് ടേം കൺസെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ലീവ് ടേം കൺസെഷനാണ് LTC എന്ന് പറയുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനുള്ള ഒരു പ്രൊവിഷനാണ്. അതായത് എല്ലാ 4 വർഷത്തിലും ഒരു വർഷം ഒരു ഫ്രീ ട്രിപ്പ് അവർക്ക് പോവാം. അതായത് എല്ലാ 4 വർഷത്തിലും ഒരു ട്രിപ്പ് ഇന്ത്യയിൽ എവിടെയെങ്കിലും അവർക്ക് പോകാം. അത് അവരുടെ പേ ഗ്രേഡ്, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൽ അവരുടെ ഏത് സ്കെയിലാണ് അവരുടെ വർക്ക് വരുന്നത് അതനുസരിച്ച് ഒരു ട്രിപ്പ് അവർക്ക് പോകാമെന്നുള്ളതാണ്. ഇപ്പം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഈ ട്രിപ്പ് പോയിട്ടില്ലാത്ത ആൾക്കാർ, ആ കഴിഞ്ഞ 4 വർഷത്തിൽ പോയിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഗുഡ്സ് വാങ്ങിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അതിനെ ഉപയോഗിക്കുക. അതിനൊരു ഇളവ് പോലെ ഈ ഒരു ട്രിപ്പിൻ്റെ പൈസ വെച്ച് കൊടുക്കും. അവരതിൻ്റെ 3 ഇരട്ടി സ്പെൻഡ് ചെയ്താൽ മാത്രം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ അയാൾക്ക് LTC അല്ലെങ്കിൽ ലീവ് ടേം കൺസെഷനിൽ ഒരു 10,000 രൂപയിൽ ഒരു ടൂർ പാക്കേജ് പോകാമെന്നുള്ളൊരു ഓപ്ഷൻ വന്നെന്ന് വെച്ചു. ഒരു 10,000 രൂപയുടെ ടൂർ പാക്കേജ് പോകാമെന്ന് പറയുകയാണെങ്കിൽ അവരിപ്പോൾ ഒരു സ്പെൻഡ് ചെയ്യണം. അവർ 40, അതിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 30,000 രൂപ പ്ലസ് ഈ ഒരു കൺസെഷൻ 10,000. അതായത് 40,000 രൂപയുടെ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ
10,000 രൂപ അവർക്ക് കൺസെഷൻ കിട്ടും. ഓക്കെ, 40,000 രൂപ ഒരു സാധനം വാങ്ങിക്കണേ 10,000 രൂപ ഒരു കൺസെഷൻ ഈ ഒരു LTC അല്ലെങ്കിൽ ലീവ് ടൈം കൺസെഷൻ്റെ ആ ഒരു ട്രിപ്പിൻ്റെ ആ ഒരു ഇതായിട്ട് അവർക്ക് കൺസെഷൻ കൊടുക്കും. അങ്ങനെ കുറച്ച് എക്കണോമിയിൽ പൈസ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു പാക്കേജിൻ്റെ ഒരു ഡിവിഷൻ. അങ്ങനെ കുറേ 73,000 കോടിയുടെ ഒരു പാർട്ട് അതിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 10,000 പെർ ഹെഡ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ്, അതായത് ഓരോ ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയീസിന്, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് 10,000 രൂപ വരെ ലോണ് 10 ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടച്ചാൽ മതി. അങ്ങനെ പലിശ ഇല്ലാത്ത ലോൺസ് കൊടുക്കും എന്നുള്ളത്. അടുത്ത് 12,000 കോടിയുടെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം അവർക്ക് ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതായത് GST കാരണം ഉണ്ടായ പ്രശ്നങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റിന് സെൻട്രൽ ഗവൺമെൻറ് കുറേ പൈസ കൊടുക്കാറുണ്ട്. അതിനാണ് GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ പൈസ ഇഷ്ടം പോലെ സ്റ്റേറ്റിന് കിട്ടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത്. അതായത് 12,000 കോടി രൂപ വരെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു 50 വർഷത്തെ ഡ്യൂറേഷനിലാണ് ഈ ഒരു ലോൺ കൊടുക്കുന്നത്. അതുകൊണ്ട് പതുക്കെ സാവകാശം ലോങ് ടേം ആയിട്ടുള്ളൊരു ലോണാണ് അടച്ചാൽ മതി. അങ്ങനെ ഒരു അടുത്ത് 25,000 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെ വേണ്ടിയിട്ട് അവർ ഇറക്കുന്നത്. അത് അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് അസറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി റോഡ്, അതുപോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് അസറ്റുകൾ അതിന് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് 25,000 കോടി സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് 73,000 കോടിയുടെ ആ ഒരു പാക്കേജ് എന്നുള്ളത്. ഇതാണ് മിനി സ്റ്റിമുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന, ഇതാണ് ആ ഒരു ന്യൂസ് എന്നുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് പോകാം. അടുത്തെന്ന് പറഞ്ഞാൽ അർമേനിയ അസർബൈജാൻ ക്ലാഷസ് ആണ്. ഓക്കെ, ഇതാണെന്ന് പറഞ്ഞു. ഇതിൽ ബേസിക്കലി പറയുന്നത് അത് തന്നെയാണ്. അർമേനിയ അസർബൈജാൻ ക്ലാഷസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന് നമുക്ക് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ഓക്കെ, അർമേനിയ അസർബൈജാൻ എന്ന് പറയുന്നത് ഇത് വരുന്ന ഇൻ്റർനാഷണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ ജെൻഡർ സ്റ്റേസ് 2-ൽ. ഓക്കെ, അസർബൈജാനായാലും അർമേനിയ ആയാലും ഈ രണ്ട് രാജ്യങ്ങളും എന്ന് പറയുന്നത് USSR അല്ലെങ്കിൽ നമ്മുടെ സോവിയറ്റ് യൂണിയൻ പോയതിന് ശേഷം 1991 അവർ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷമാണ് അവർ ഇൻഡിപെൻഡൻസ് നേടിയത്. അപ്പോൾ അതുവരെ അവർക്ക് ഇൻഡിപെൻഡൻസ് ഇല്ലായിരുന്നു. ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു, സോവറിൻ കൺട്രീസായിട്ട് ഇവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും USSRൻ്റെ കീഴിൽ തന്നെയായിരുന്നു അവർ. പക്ഷേ ട്രൂ ഇൻഡിപെൻഡൻസ് അവർക്ക് കിട്ടിയപ്പോഴാണ് 1991. പക്ഷേ ആ സമയത്ത് തന്നെ ഇഷ്ടംപോലെ ഡിസ്പ്യൂട്ട്സുകൾ ഇവരുടെ ഏരിയ റിലേറ്റഡ് ആയിട്ട്, റീജിയണൽ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ഥലപരമായിട്ട് ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആ മാപ്പ് നോക്കി തന്നെ നോക്കാം. ഓക്കെ, മാപ്പ് നോക്കി തന്നെ നോക്കാം. ഇതാണ് സ്ഥലം എന്ന് പറയുന്നത്. ഇതാണ് അസർബൈജാൻ. ഓക്കെ, ഇത് അസർബൈജാൻ, ഇത് അർമേനിയ. ആദ്യം ജസ്റ്റ് മനസ്സിലാക്കുക, ഇതിനായിട്ട് നൈബറിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കുക. അസർബൈജാനായിട്ട് റഷ്യ, ജോർജിയ, ടർക്കി, ഇറാനൊക്കെ ഇവരുമായിട്ട് നൈബറിംഗ് ആയിട്ട് വരുന്ന സ്ഥലമാണ്. ഓക്കെ, ഇതിന് അസർബൈജാൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു പാർട്ടും പിന്നെ ഈ ഒരു ചെറിയ പോർഷനും കൂടെ ഇൻക്ലൂഡഡ് ആവുമെന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് അസർബൈജാൻ. ഇങ്ങനെയാണ് അവരുടെ ഒരു കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ ഇവരുമായിട്ട് ബൗണ്ടറി ഇല്ല, അല്ലെങ്കിൽ അർമേനിയയുമായിട്ട് ചേർന്ന് കിടക്കുന്ന അസർബൈജാൻ്റെ ഒരു പാർട്ടാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു പാർട്ടിലാണ് കോൺഫ്ലിക്റ്റ് ഉള്ളത്. ഓക്കെ, ഈ ഒരു പാർട്ടിൽ തന്നെ കുറച്ച് പാർട്ട് രണ്ടുപേർക്കും ഉള്ള റീജിയൻസാണ്, അതായത് രണ്ടുപേരും ക്ലാഷ് ഉള്ളതാണ്. ഈ ഒരു ചെറിയ റീജിയൻ അസർബൈജാൻ പിടിച്ചെടുത്തെന്നും പറയപ്പെടുന്ന റീജിയനാണ്. അതിൻ്റെ ബാക്കി ഭാഗത്തല്ല ഈ ഒരു ഭാഗത്താണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് നഗർണോ കരംബാഖ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, നഗർണോ കരംബാഖ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയനിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. ഡിസ്പ്യൂട്ടഡ്, ഞാൻ പറഞ്ഞ മാർക്ക് ചെയ്ത ആ ഒരു റീജിയൻ, ആ ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ടു പേർക്കും അധികാരമുണ്ട് എന്നുള്ളതാണ് എന്ന് പറയുന്നവർ. അർമേനിയ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മെജോറിറ്റിയും അസർബൈജാൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മെജോറിറ്റിയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു എത്നിക്കായിട്ടുള്ള ക്ലാഷും ഉണ്ട്. അത് ഞാൻ അവസാനം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പക്ഷേ ഇതിന് വേണ്ടി ഈ ഒരു സ്ഥലത്തർക്കമാണ് എപ്പോഴും പ്രശ്നങ്ങളും സീസ് ഫയർ, ഇവിടെ വെപ്പണറി അറ്റാക്സും എല്ലാം നടക്കുന്നത്. ഇനി അടുത്ത് രണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നാറ്റോ CST. അതെന്ന് പറഞ്ഞാൽ നാറ്റോ CST എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നാറ്റോ പറയാൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 1949 ഓർഗനൈസേഷൻ. CST എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷൻ 1991. പക്ഷേ ഇപ്പോഴും അത് 2002 കുറച്ച് നോംസ് വഴിയാണ് നടക്കുന്നത്. ഓക്കെ, ഇതാണ് രണ്ട് ഓർഗനൈസേഷൻ. അത് ഇവരുടെ സെക്യൂരിറ്റി ഓർഗനൈസേഷൻസാണ്, സെക്യൂരിറ്റി നടത്തുന്ന ഓർഗനൈസേഷൻസ്. ഇത് നാറ്റോയിലാണെങ്കിൽ 30 കൺട്രീസാണ്, CSTയിലാണെങ്കിൽ 6 കൺട്രീസേ ഉള്ളൂ. ഓക്കെ,
ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേറ്റോ കുറച്ചുകൂടെ വലുതാണ്, 30 രാജ്യങ്ങളുണ്ട്, അത് ഇനി എക്സ്പാൻഡ് ചെയ്യപ്പെടാൻ വേണമെങ്കിൽ. പക്ഷേ CSTO എന്ന് പറഞ്ഞാൽ 6 രാജ്യങ്ങളേ ഉള്ളൂ, അതിന് എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, 6 രാജ്യങ്ങളേ ഉള്ളൂ, അതിന് എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല, എക്സ്പാൻഡ് ചെയ്യത്തില്ല. അത് ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അതിൽ തന്നെ CSTOയിൽ പണ്ട് അസർബൈജാൻ ഒരു കൺട്രി ആയിരുന്നു 1991. 2002 അവർ മാറ്റി, അസർബൈജാൻ അവരില്ല. ഇപ്പോൾ അർമേനിയ CSTOയിലെ ഒരു കൺട്രിയാണ്. ഓക്കെ, അടുത്ത് നാറ്റോ. പിന്നെ അടുത്ത് നാറ്റോയുടെ കാര്യം പറയുമ്പോൾ നാറ്റോ മറ്റ് നൈബറിങ് കൺട്രീസിന് ഒരിക്കലും മറ്റ് നാറ്റോ കൺട്രീസിന് ഒരു വെപ്പൺസ് ഒന്നും സെല്ല് ചെയ്യത്തില്ല. പക്ഷേ CSTO എന്ന് പറഞ്ഞാൽ വെപ്പൺസ് സെല്ല് ചെയ്യും. അതിന് എക്സാമ്പിളാണ് റഷ്യയാണ് അർമേനിയയ്ക്ക് അസർബൈജാനും വേണ്ട എല്ലാ വെപ്പൺസും കൊടുക്കുന്നത്. അങ്ങനെ ഇവരുടെ ആ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഏകദേശം ഇഷ്ടം പോലെ ആൾക്കാർ, 30 മില്യണോളം ആൾക്കാർ മരിച്ചു എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ക്ലാഷ്, അർമേനിയ ക്ലാഷ്. അതും മെയിൻ കാരണം റഷ്യ തന്നെയാണ്. കാരണം അവരാണ് വെപ്പൺസ് കൊടുക്കുന്നത്. അതിനുള്ള എഗ്രിമെൻറ്റ് CSTOയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നാറ്റോയിലെ ഒരു രാജ്യത്തിനുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ മറ്റെല്ലാ രാജ്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഉറപ്പായിട്ടും. പക്ഷേ CSTOയിലാണ് വോളണ്ടറി സപ്പോർട്ടാണ്, വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്തത്. ഇതാണ് നാറ്റോയും CSTOയുള്ള വ്യത്യാസം. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അർമേനിയ എന്നുള്ള രാജ്യത്തിന് മെയിൻലി ഈ ഒരു അസർബൈജാൻ അല്ലെങ്കിൽ അർമേനിയ ക്ലാഷ് നടക്കുന്ന സമയത്ത് CSTOയിലെ ഒരു സപ്പോർട്ട് കാണും. കാരണം CSTOയിലെ ഒരു മെമ്പറാണ് അർമേനിയ. വോളണ്ടറി സപ്പോർട്ട് ആണെങ്കിൽ പോലും മിക്കവാറും സപ്പോർട്ട് കിട്ടും. മെയിൻലി റഷ്യയുടെ സപ്പോർട്ട് അവർക്ക് കാണും. ഓക്കെ, അസർബൈജാൻ ആ ഒരു സപ്പോർട്ട് കാണത്തില്ല. പിന്നെ അവർക്ക് അസർബൈജാന് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ടർക്കി, ഈ 2 രാജ്യങ്ങളെ സപ്പോർട്ട് അസർബൈജാന് കിട്ടുമെന്നുള്ളതാണ്. കാരണം അവർ ഒരു മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള രാജ്യമാണ്, അവരുടെ അങ്ങനെ ഒരു സപ്പോർട്ടും ഇവർക്ക് കിട്ടും. പിന്നെ ടർക്കിക്ക് പ്രത്യേക ഒരു താല്പര്യം അസർബൈജാനിലോട്ടുണ്ട്. അത് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, അത് കൂടുതലോട്ട് നോക്കണ്ട. ടർക്കി അങ്ങനെ അസർബൈജാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, പാകിസ്ഥാനും അസർബൈജാനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോഴും ഒരു ഓൺഗോയിങ് ആയിട്ട് ഇതാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. ആ ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു അർമേനിയ അസർബൈജാൻ ക്ലാഷ് എന്താണ്, നഗോരോ കൊറംബാഖ് എന്ന് പറയുന്ന ഈ ഒരു റീജിയനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോഴടുത്ത് നമുക്ക് അടുത്ത ന്യൂസ് ആർട്ടിക്കിളിലേക്ക് നോക്കാം. അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 15 വർഷം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നിട്ട് 15 വർഷമായി. അതിനെക്കുറിച്ചുള്ളത് എന്തൊക്കെയാണ്, ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് ബ്രീഫായിട്ട് നോക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ GS 2 കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിലാണ് ഈ ഒരു പാർട്ട് വരുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 15 വർഷമായി വന്നിട്ട്. ഓക്കെ, 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാവുന്നത്. ഇത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് എന്താണ് സത്യാവസ്ഥ, ഗവൺമെൻറ് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദ്യം ചെയ്യാനും അതിനെക്കുറിച്ച് അറിയാനുള്ള അവകാശമാണ് അത് ഈ ഒരു ആക്ട് കൊടുത്തത്. ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് തുറന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള നമ്മളെ അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പറയുമ്പോൾ തന്നെ റെലവൻറ്റ് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ, നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് നന്നായിട്ട് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ നമ്മളെ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ഇല്ലാത്തതായി പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇഷ്യൂവിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നതിന് ശേഷം കറക്റ്റായിട്ട് ഇഷ്യൂസിനെ കുറിച്ച് ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെ കുറച്ച് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും 6 മില്യൺ ആൾക്കാർ RTIs ഫയൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് ഫയൽ ചെയ്യുന്നുണ്ട്. 6 മില്യൺ എന്ന് പറയുമ്പോൾ 60 ലക്ഷം ആൾക്കാരാണ്. ഓക്കെ, 60 ലക്ഷം ആൾക്കാരാണ് ഫയൽ ചെയ്യുന്നത്. അത് അങ്ങനെ ഫയൽ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പെറൻസി ലെജിസ്ലേഷൻ, അതായത് ട്രാൻസ്പെറൻസി ബേസ് ചെയ്തിട്ടുള്ള ഒരു നിയമത്തിൻ്റെ കീഴിൽ ഏറ്റവും വലിയ നിയമമായിട്ട്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നിയമമായിട്ട് RTI ആക്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അത് ഈ കൊറോണ വൈറസ് സമയത്തായാലും ICU ബെഡ്സ് എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ എത്ര സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഹോസ്പിറ്റൽസിലുണ്ടെന്നൊക്കെ നമുക്ക് ചോദിച്ച ഒരു RTI വഴി നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇഷ്ടംപോലെ സമയത്ത്, ഈ ഒരു സമയത്തായാലും ഇഷ്ടംപോലെ RTIs യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ഫംഗ്ഷൻ, ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, ഗവൺമെൻറ് ആശുപത്രിയിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ RTI പാവപ്പെട്ടവരാണ് കൂടുതൽ ഫയൽ ചെയ്യണം. കാരണം അവർക്ക് കുറച്ചുകൂടെ കുറവ് നോളജ് ആയിരിക്കും, അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഗവൺമെൻറ് അടുത്ത് ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരു ക്ലാഷ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കേസ് ആയിക്കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊരു പാവപ്പെട്ട ആൾക്കാർക്ക് വലുതായിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ RTI പോലത്തെ ഒരു നിയമം വന്നതിന് ശേഷം പാവപ്പെട്ട ആൾക്കാരും അത് ഇഷ്ടം പോലെ ഫയൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇക്വാലിറ്റി ഒരു ആക്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
ഇഷ്ടംപോലെ ഹയസ്റ്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഹയസ്റ്റ് ഓഫീസേഴ്സ് ആയാലും പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ജനങ്ങൾ. കാരണം RTA വെച്ചിട്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും, അതിനുള്ള അവകാശമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു ആക്റ്റിൽ നിന്ന്. അതാണ് വേറൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ഒരു ആർട്ടിക്കിൾ ഇത് വന്നതിന് ശേഷം, ഈ ഒരു ആക്ട് വന്നതിന് ശേഷമുള്ള മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2019 വന്ന RTA അമെൻമെൻറ്റ് ആക്റ്റാണ്. RTA അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം ഈ RTA എന്ന് പറയുമ്പോൾ അവരുടെ ഇതിൻ്റെ മേജറായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഓഫീസേഴ്സ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഓഫീസേഴ്സ്. ഇവർക്കൊരു ഫിക്സഡ് ടെന്യൂറും ഒരു ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ, ഗവൺമെൻറ്റിൻ്റെ ഒരു മേൽനോട്ടത്തിൽ വരാതെ കുറച്ച് ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ വേറിട്ട് നിൽക്കുന്നത്. എന്നാൽ മാത്രമേ അവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവരുടെ ആ ഒരു ഫിക്സഡ് ടെന്യൂർ, ഫിക്സഡ് കാലയളവ്, അവർ എത്ര വർഷം ജോലി ചെയ്യണം എന്നുള്ള കാലയളവ് മാറ്റി, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ഹൈ സ്റ്റാറ്റസ് ആ ഓഫീസേഴ്സിനെ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഗവൺമെൻറ്റിന് ഇപ്പോൾ ഡിസൈഡ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. കാരണം ഗവൺമെൻറ്റിൻ്റെ കറപ്ഷൻ പിടിക്കാൻ വേണ്ടിയാണ് RTA പോലുള്ള ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അത് ഗവൺമെൻറ് തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാണെങ്കിൽ അതിനെതിരാവും, ജനങ്ങൾക്ക് വിരുദ്ധവും, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 തന്നെ ഹാം ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. അത് ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റിയും ബാധിക്കും. ഓക്കെ, ഗവൺമെൻറ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല, അതൊരു ബാരിയറായിട്ട് അവിടെ നിൽക്കും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. അതാണ് RTA ആക്ടിനെ കുറിച്ച് മേജറായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ്. പിന്നെ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അബ്രഹാം അക്കോർഡിനെ കുറിച്ച് ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. എന്താണ് അബ്രഹാം അക്കോർഡ്? ഇതിൽ മെയിൻലി അതാണ് പറയുന്നത്. അബ്രഹാം അക്കോർഡിനെ കുറിച്ച് ഞാൻ പണ്ടത്തെ ചാനലിൽ ചെയ്തതാണ്. ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇൻ്റർനാഷണൽ റിലേഷൻസിലാണ് വരുന്നത്. ഇസ്രായേലും UAE-യുമായിട്ട് നടത്തിയ ഒരു പീസ് ഡീലാണ് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത്. ഈ പീസ് ഡീൽ എന്ന് പറഞ്ഞാൽ US വഴിയാണ് ഇത് സൈൻ ചെയ്യപ്പെടുന്നത്, ഈ ഡീൽ. ഓക്കെ, എന്ന് പറയുന്നത് മെയിൻലി മനസ്സിലാക്കുക, US എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേൽ UAE പോലത്തെ UAE-യിലും ഇസ്രായേലും ഇവരുടെ ക്ലോസ് അലൈസ് ആണ്. എന്ന് പറഞ്ഞാൽ US-ന് നല്ല റിലേഷൻസ് UAE-യുമായിട്ടും ഉണ്ട്, ഇസ്രായേലുമായിട്ടും ഉണ്ട്. ഓക്കെ, ആ ഒരു സമയത്താണ് US മീഡിയേറ്റ് ചെയ്തിട്ട് UAE ഇസ്രായേലുമായിട്ട് ഒരു പീസ് ഡീൽ ചെയ്യുന്നത്. UAE പോലത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗൾഫ് അറബ് സ്റ്റേറ്റ്, ഗൾഫ് അതായത് പേർഷ്യൻ ഗൾഫ് സെപ്പറേറ്റ് ചെയ്ത രാജ്യങ്ങളാണ് ഗൾഫ് റീജിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റീജിയൻസിൽ ഫസ്റ്റ് അറബ് സ്റ്റേറ്റ് ആണ് UAE എന്ന് പറയുന്നത്. പിന്നെ ഗൾഫ് അറബ് സ്റ്റേറ്റ്, അടുത്ത് അറബ് നേഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ അത് മൂന്നാമത്തെയാണ്. ഈജിപ്തും ജോർദാനും കഴിഞ്ഞ മൂന്നാമത്തെ അറബ് സ്റ്റേറ്റാണ്. ഗൾഫ് അറബ് സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് അറബ് സ്റ്റേറ്റാണ് ഇസ്രായേലുമായിട്ടൊരു പീസ് ഡീൽ ഉള്ളതെന്ന് പറഞ്ഞത്. ഈ ഡീലിൽ മെയിൻലി പറയുന്നതെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ റീജിയനുണ്ട്. അപ്പോൾ ആ റീജിയനുമായിട്ട് ഇസ്രായേൽ UAE-യുമായിട്ട് UAE-ആയിട്ടല്ല, ഇസ്രായേലും പാലസ്തീനുമായിട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നടന്നു വരികയാണ്. ഓക്കെ, ഇസ്രായേലും പാലസ്തീനുമായിട്ട്. പാലസ്തീൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ് UAE. അങ്ങനെയാണ് UAE പാലസ്തീനിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ ഒരു മാനിച്ചുകൊണ്ട് ഈ ഒരു ഡീല് ഇസ്രായേലുമായിട്ട് നടത്തുന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു റീജിയൻ, അതിനെക്കുറിച്ച് ഞാൻ കറക്റ്റ് കാണിച്ച് പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു റീജിയൻ, ഇപ്പോൾ ഇതാണ് ഇസ്രായേൽ. ഓക്കെ, ഇതാണ് ഇസ്രായേൽ. പിന്നെ ജെറുസലേമിൻ്റെ ഒരു പോർഷൻ, ജെറുസലേം അല്ലെങ്കിൽ ഈ ഒരു റീജിയനാണ് തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോർഷൻ. ഓക്കെ, പാലസ്തീനുമായിട്ട് തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗാസ സിറ്റി ഈ ഒരു റീജിയനാണ് ബേസിക്കലി ഇപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു റീജിയനിലും പക്ഷേ പാലസ്തീൻ്റെ ഒരു സെറ്റിൽമെൻറ്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, പാലസ്തീനിയൻസ് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈ ഒരു റീജിയനിൽ. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്തു? ഇതിനെ പിടിച്ചെടുത്തു. ഈ ഒരു വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അവരുടെ സെറ്റിൽമെൻറ്റ്സാണുള്ള ഇഷ്ടംപോലെ പാലസ്തീനിയൻസ് താമസിക്കുന്നെങ്കിലും കൺട്രോൾ ആരുടെയാണ്? ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ ഒരു റീജിയൻ മാത്രമേ ബേസിക്കലി പാലസ്തീൻ കൺട്രോളുള്ളൂ എന്ന് പറയാൻ പറ്റും. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്ന റീജിയനാണ്. അപ്പോൾ ഇനി കുറേ റീജിയൻസ് പക്ഷേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്ഥലങ്ങളൊക്കെ പാലസ്തീൻ്റെ കൺട്രോളുണ്ട്. അപ്പോൾ ആ സ്ഥലം കൂടെ പിടിച്ചെടുക്കാനാണ് കാലകാലങ്ങളായിട്ട് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് ചെയ്യരുതെന്നാണ് ഈ ഒരു ഡീലിൽ പറയുന്നത്. അനക്സേഷൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യരുത് എന്നാണ് ഇസ്രായേലുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർ പറയുന്നത്. ഓക്കെ, അതാണ് അബ്രഹാം അക്കോർഡിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെയാണ് ഡീൽ നടത്തിയത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലി വാർ 1967 ഇസ്രായേലി വാറിൻ്റെ സമയത്താണ് ഈ ഒരു സെറ്റിൽമെൻറ്റ്സ് പിടിച്ചെടുക്കുന്നതും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഡീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനക്സേഷൻ നടത്തരുത്, നിങ്ങൾക്ക് വേറെ നമ്മളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി UAE-യുമായിട്ടായാലും പാലസ്തീനുമായിട്ടായാലും ഇസ്രായേലും നല്ല ഫ്രണ്ട്ലി റിലേഷൻസ് ആയിരിക്കും എന്ന് പറഞ്ഞാണ് US ഈ ഒരു ഡീല് സൈൻ ചെയ്യുന്നത്. ഇതാണ് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വെൽക്കം ഡീലിനെ ഇമ്പാക്റ്റ് ചെയ്തു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ UAE പോലത്തെ ഗൾഫ് രാജ്യമായാലും ഈവൻ പാലസ്തീനിലായാലും ഇഷ്ടംപോലെ എക്സ്പാട്രിയേറ്റ്സ് അല്ലെങ്കിൽ
ഗൾഫിലോട്ട് പോകുന്ന ആൾക്കാർ, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് അത് ഒരു സപ്പോർട്ടായിരിക്കും ഇങ്ങനൊരു ഡീൽ, പീസ് ഡീൽ വരണം ഒന്നാമത്തെ. പിന്നെ എനർജി ഓയിൽ സപ്ലൈസ് ഒക്കെ ഇഷ്ടം പോലെ UAE എന്നായാലും ഇഷ്ടം പോലെ ആൾക്കാർ എടുക്കുക, ഇസ്രായേലിൽ നിന്നായാലും ഇഷ്ടം പോലെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതും ഇമ്പാക്റ്റ് ചെയ്യും. ഇങ്ങനെ ഡീൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ട് ഇന്ത്യ ആ ഒരു ഡീലിനെ വെൽക്കം ചെയ്തു എന്നുള്ളതാണ്. തുറന്നൊരു സപ്പോർട്ട് അറിയിച്ചില്ലെങ്കിൽ ഇന്ത്യക്കത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമസിക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു നല്ല ഒരു ഡീൽ തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ മെയിനായിട്ട് പറയാനുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലേൺ വിത്ത് അഭിജിത്ത് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തന്നെയാണ് ഈ ചാനലിലും നോക്കുന്നത്, ഈ ചാനൽ ചെയ്യുന്നത്. അപ്പോഴേ നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ചെയ്യാണ്ടിരിക്കുക, അതിലൊന്നും നിങ്ങൾക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.